എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയർ ടു ടോക്കിൻ്റെ 40ാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ചെയ്തൊരു ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അബദ്ധം പറ്റിപ്പോയി ബ്രോ, ഇനി എന്ത് ചെയ്യുമോ എന്നുള്ളത്. മുമ്പ് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോണ്ടം പൊട്ടിപ്പോയി എന്നുള്ള കേസാണ്. സെക്ഷലി ബന്ധപ്പെട്ട സമയത്ത് കോണ്ടത്തിന് ചെറിയ ഡാമേജ് സംഭവിച്ചു. അപ്പോൾ ആ ഒരു സെമൻ ഉള്ളിലോട്ടായി എന്നുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ പ്രഗ്നൻസി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അന്ന് ആ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 2 വീക്കായിട്ട് എനിക്ക് 6ഓളം പേര് അയച്ച കമൻറ്റുകൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപഗ്രഥിക്കേണ്ടുന്ന വിഷയമാണ്. അതിൽ 6 പേരിൽ ഒരാളൊക്കെ, ബാക്കി 5 പേരുടെ കേസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അതിലോട്ട് വരാം. കാരണം അവരുടെ പ്രായം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചിലപ്പോൾ 18 വയസ്സ് പോലും ആവാത്ത പെൺകുട്ടികൾ സെക്ഷലി ബന്ധപ്പെടുന്നു. പിന്നീട് അയ്യോ അബദ്ധം പറ്റിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതിയോട് നടക്കുന്നു. അതുപോലെ പയ്യന്മാരാണ് മെയിനായിട്ട് കോൺടാക്ട് ചെയ്തത്. ഞാനിങ്ങനെ ചെയ്തു പോയി ബ്രോ, എന്നേരത്തൊരു മൂഡിലാണ് ബ്രോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സ് പോലും കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയുടെ പോക്ക് കുറച്ചുകൂടി എന്താ പറയുക, വ്യത്യസ്തമാണെന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. മസ്റ്റായിട്ട് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിലൊരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം 6 പേരിൽ ഒരാൾ ഓക്കെ ആണെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ മാരീഡ് ആണെന്നുള്ളതാണ്. ലവ് മാരേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു ഒളിച്ചോടി വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് സ്റ്റേബിൾ ആയിട്ടില്ല. സ്റ്റേബിൾ ആവാത്തതുകൊണ്ട് തന്നെ അവർ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സെക്സ് ചെയ്യാറ്. പക്ഷേ കോണ്ടം ചതിച്ചു. നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ഹ്യൂമൻ ഇറർ സംഭവിക്കാറുണ്ട്. കോണ്ടത്തിന് ഒരു ഡാമേജോ നമ്മളത് അത് ഇട്ടതിൻ്റെ ഒരു രീതിയിലെ മിസ്റ്റേക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോവാം. ഹ്യൂമൻ ഇറർ എല്ലായിടത്തും ഉണ്ടല്ലോ. സോ കോണ്ടത്തിന് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെമിന് ഉള്ളിലോട്ട് പോയി. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കുട്ടി വരിക എന്നുള്ളത്, പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, അതിൻ്റെ പൈസ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ബ്രോ, എന്താണ് ചെയ്യാമെന്നാണ് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലി പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതൊന്ന് തെറ്റിപ്പോകുന്ന ഒരു കേസായി പോകും. അതുകൊണ്ട് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി 5 കേസാണ് ഏറ്റവും വളരെ ഡേഞ്ചറായിട്ട്, ഇല്ലെങ്കിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അതിലൊരാൾ 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, ബ്രോ എന്താണ് ചെയ്യുക, എനിക്ക് അന്നേരത്തെ ഒരു അബദ്ധത്തിന് പറ്റിപ്പോയതാണ്. അങ്ങനെ ആ പയ്യനും അത്രക്കൊക്കെ വയസ്സൊക്കെ ഉള്ളൂ. അപ്പം എന്താണ്, ഞാൻ ഇപ്പോൾ ടാബ്ലറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇനി ഏത് പ്രായമോ എങ്ങനെയാണെന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. സോ അതിനൊരു സൊല്യൂഷൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ നാച്ചുറലായിട്ട് മെത്തേഡൊക്കെ ചോദിച്ചു, പപ്പായ, പൈനാപ്പിൾ, അതൊന്നും ഒരു ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടാബ്ലറ്റിനെ പറ്റി പറഞ്ഞു, IPL-നെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി പിന്നെ അല്ലാണ്ട് നിവർത്തിയില്ല, അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇനി ഈ പ്രായപൂർത്തി ആവാത്തതുകൊണ്ട്, 18 ആവാത്തതുകൊണ്ട് ഇനി വേറെ വ്യത്യസ്തമായ ടാബ്ലറ്റ് കഴിക്കണോ, ആ പകുതി കഴിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെയാണ് അവൻ്റെ ചോദ്യങ്ങൾ എന്നുള്ളത്. വളരെ എനിക്ക് ചിലതെല്ലാം കോമഡി ആയിട്ട് തോന്നി, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള കൂടിയാണ്. ഈ ഒരു പ്രായത്തിൽ, ആ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത്. ഞാനാണെങ്കിലും ആ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു 10th +2 ആ കാലഘട്ടമെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തമായ ധാരണ ഇതിനെപ്പറ്റിയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെ കടന്നു വന്നതാണ്. നമ്മൾ ആ സ്കൂളിൽ, ഇപ്പം ഞാൻ സയൻസ് തന്നെ പഠിച്ച വിദ്യാർത്ഥിയാണ്. സോ അധ്യാപികമാർ ആ ഒരു റിപ്പോർട്ട് ലിസ്റ്റൊക്കെ തള്ളി വിടാറാണ് പതിവ്. അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. പക്ഷേ ഈ മുട്ടയെന്ന് വിരിയാത്ത പിള്ളേർ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളിലോട്ട് പോവാണ്. പ്രണയം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. പിന്നെ അതാ പരിപാടി നേരെ സെക്സ്, ഇൻ്റർകോഴ്സ്, ഒരു ഹഗ്ഗിങ്ങോ കിസ്സിങ്ങോ ഒക്കെ ആയിട്ട് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ നേരെ പോയിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താ അല്ലേ, ആ ഒരു പ്രായത്തിലെ പക്വത എത്രമാത്രമാണ്, ആ ഒരു പ്രായത്തിലെ ചിന്താഗതി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഒരു കൃത്യമായിട്ടൊരു കാര്യം ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല അത്. പക്ഷേ എന്താണ്, കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ, പെൺകുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ടകയെന്ന് പറഞ്ഞിട്ട് പരിപാടികളിലോട്ട് പോകുന്ന പ്രവണത ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതിന് പ്രത്യേക റീസൺ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അതല്ലാതെ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് സ്വന്തം തീരുമാനമൊക്കെ എടുക്കാനുള്ള പ്രായമുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എന്താ പറയുക, സിമ്പിളായിട്ട് ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു മറുപുറം കൂടി ഞാൻ പറഞ്ഞേക്കാം. കാരണം ചില സുഹൃത്തുക്കൾ അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പെൺകുട്ടികൾ അവരുടെ ലൈഫിൽ ഇങ്ങനെ +2 കാലഘട്ടത്തിലൊക്കെ, ഇല്ലെങ്കിൽ അവർ ചെറിയ പ്രായത്തിൽ, ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ അബദ്ധങ്ങൾ പറ്റി. അബദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ റിയൽ ഇൻ്റർകോഴ്സ് തന്നെ ചെയ്തു. ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കേസിൽ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രണയം പിരിഞ്ഞുപോയി. ആ സെക്ഷലി ബന്ധപ്പെട്ടതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിരിഞ്ഞു പോയി ഇന്നിപ്പോൾ ഏകദേശം 2-3 വർഷമായിട്ടുണ്ട്. ഇനി ഒരു മാരേജും കാര്യങ്ങളൊക്കെ, ഇങ്ങനെ പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവളുടെ കേസിൽ ഒരു വല്ലാത്തൊരു ആകുലതയാണ്. കാരണം തന്നിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ട് വിർജിനിറ്റി പോയി, ആകെ ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങളൊക്കെ. ഇനി ഒരാളെ ചതിക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം കാര്യങ്ങൾ
മരിക്കാൻ തോന്നുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷേ അച്ഛനെയും അമ്മേനെയൊക്കെ ഓർത്തിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് സിറ്റുവേഷൻസ്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പലരുടെയും ലൈഫ് തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഒരു സാമൂഹ്യ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ലേഡീസിൻ്റെ വിർജിനിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം, അതുപോലെ പുരുഷന്മാർക്ക് എന്തും ആവാം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ ഇങ്ങനൊരു കേസിലൂടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്ന ഒരുപാട് പെൺകുട്ടികൾ, ചിലർ ആത്മഹത്യ ചെയ്ത് കളയുന്നുണ്ട്, ചിലർ ജീവിതത്തിൽ മൊത്തം തന്നെ വളരെ ടെൻഷനിൽ സന്തോഷമില്ലാതെ ജീവിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. ആൺകുട്ടി വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് പുറങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു +2 ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് എടുത്തിയാടി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയിട്ട് ഇപ്പുറ സൈഡിലതാ ഒരു പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന പെൺകുട്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്, ഇന്നത്തെ തലമുറ ഈ പോകുന്നത് ശരിയാണോ എന്നുള്ളത്. കാരണം ഈ പ്രശ്നങ്ങൾ എന്നാൽ പിന്നെ ഈ രണ്ടാമതുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ട്രോങ് ആയിട്ട് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ എടുത്തിയാടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള കെൽപ്പ് കൂടി ഉണ്ടാക്കണം. അല്ലാണ്ട് അത് ചെയ്തതിന് ശേഷം പിന്നീട് വാവിട്ട് കരഞ്ഞ് അയ്യോ എന്തോ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു ചിന്താഗതി വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നൊരു സ്മെല്ല് വരികയാണ്, ഇല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം വളരെ ഇഷ്ടത്തോടു കൂടി മറ്റാരെങ്കിലും കഴിക്കുന്ന നമ്മൾ കാണുകയാണ്, നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ട്, ഒരു സ്പെഷ്യൽ ബിരിയാണി അല്ലെങ്കിൽ ഒരു അൽഫാം സ്പെഷ്യൽ സാധനം, അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി, അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുള്ളത്. ഇപ്പം പോൺ വീഡിയോസുകളൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഈ മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഓൺലൈൻ ക്ലാസ് അത് ഇതെന്നാലും മറ്റേ ഇന്നത്തെ കാലം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തന്നെ, ഇല്ലെങ്കിൽ ഒരു ജിയോയുടെയൊക്കെ വരവോടുകൂടി തന്നെ ഇത് കൂടുതൽ യൂസേജ് കൂടി എന്നുള്ളതാണ്. ആൾക്കാരുടെ കയ്യിലൊക്കെ ഫോണും കാര്യങ്ങളും നെറ്റും ഒക്കെ അൺലിമിറ്റഡ് കാര്യങ്ങളൊക്കെ വന്നില്ലേ. അപ്പോൾ ഇവർ ഈസി ആയിട്ട് ഇതൊക്കെ കാണുന്നു. ഇത് കാണുമ്പോൾ ഇതൊന്ന് ചെയ്യാനുള്ള വല്ലാത്തൊരു ത്വരയാണ്. സോ ഒരു അവസരം തേടി നടക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ഒരു തിങ്ക് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് ചെയ്താൽ കൊള്ളാം. അതുകൊണ്ട് ഒരു ലവ് സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ സെക്സ്, നേരെ ഇൻ്റർകോഴ്സാണ്. ഒരു ഹഗ്ഗിങ്ങോ കിസ്സിങ്ങോ ഒക്കെ എന്താ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു കിസ്സിങ് ഒക്കെ കൊടുത്തെന്ന് വരും. പക്ഷേ ഇതെന്താ, നേരെ ഇൻ്റർകോഴ്സും കാര്യങ്ങളും ആകെ സീൻ തന്നെ. പിള്ളേർ യജാതി എങ്ങനെയാണ്, എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവിട്ട് കരയുകയും ചെയ്യുന്നതാണ്. ആ ഒരു പ്രായത്തിൽ, ഞാനൊക്കെ ആ ഒരു പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് അട്രാക്ഷനൊക്കെ തോന്നും, അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം അത് ബയോളജിക്കലാണ്. നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നും, ഇല്ലെങ്കിൽ ഹോമോസെക്ഷൽ പേഴ്സൺസ് ആണെങ്കിൽ സെയിം ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ ബയോളജിക്കലാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പം എനിക്ക് 10th ഒരാളോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഫാച്വേഷൻ, അതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. +2 ലൈഫിൽ ഒരാളുണ്ടായത് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു, അത് പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് പോയി. പിന്നെ പുറകെ നടക്കാനൊന്നും ഞാൻ പോയില്ല കേട്ടോ. ഒരു മാന്യതയുടെ പുറത്ത് അതൊന്നും പോയിട്ടൊന്നുമില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. ഇന്ന് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിവേ, അതൊക്കെ ഒരു നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ വലിയ പക്വമായിട്ടൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് അതിനുള്ളൊരു ആർജവം വന്നില്ല സത്യത്തിൽ. അന്നേരമാണ് ഇങ്ങനെയുള്ള പരിപാടികളിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വാവിട്ട് കരയുന്നു, പിരിഞ്ഞു പോവുകയും ചെയ്യും. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം, ലവ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ ചിലപ്പോൾ ഒരാളെ കണ്ട ഒരു കാഴ്ചയിൽ ഫസ്റ്റ് ടൈം ലുക്കിൽ, ഒരു ഫസ്റ്റ് ലുക്കിലായിരിക്കും നമുക്കത് തോന്നുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നെല്ലാം പറയുന്ന പോലെ. ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അയാൾ ചെയ്ത് എന്തെങ്കിലും ഇംപ്രസീവ് ആക്ടിവിറ്റി കണ്ടിട്ടായിരിക്കും. ഇപ്പോൾ പാട്ട് പാടുന്ന കണ്ടിട്ട്, ഡ്രോയിങ് കണ്ടിട്ട്, എനിത്തിങ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തിങ് കണ്ടിട്ടായിരിക്കാം, നമ്മളെ ഒന്ന് ഇംപ്രസ് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്കൊരു ഇഷ്ടം തോന്നുക. അല്ലാണ്ട് വെറുതെ ഇഷ്ടം തോന്നാൻ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് അയാളോട് പ്രണയമായിട്ട് ആ ഒരു സംഭവം കൺവേർട്ട് ചെയ്ത് തരുന്ന അങ്ങനെ ആയിരിക്കും. അങ്ങനെ വരുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ട് അടുത്തറിയുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ നമ്മുടെ ജീവിതത്തിൽ ഒത്തുപോകാൻ പറ്റാത്ത റിലേഷനാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് ജീവിക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും. നല്ലൊരു തലമുറയെ നമുക്ക് പടുത്തുയർത്താനും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ തീരുമാനം എന്ന് വെച്ചാൽ പിരിയലാണ്. സോ ഈ സ്റ്റാർട്ടിങ്ങിലെ തന്നെ സെക്സ് കയറി ചെയ്യുന്നു, പിന്നീട് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പക്വമായിട്ട് പ്രണയിക്കുന്നത് തെറ്റില്ല, നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് തെറ്റില്ല, നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റില്ല. ഇപ്പോൾ എന്നോട് പലരും ഈ ചെറുപ്രായത്തിലുള്ളവർ വന്നിട്ട് ബ്രോ എങ്ങനെയൊന്ന് പ്രപ്പോസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് പറയണമെങ്കിൽ പറയാം, അതൊക്കെ അതിൻ്റെ സമയത്തുള്ളതാണ്, നേരെ പോയി സെക്സ് ചെയ്യാൻ നിൽക്കേണ്ട, അത് ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങൾ, ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിലും ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളിലോട്ട് പോകരുത്. നിങ്ങൾ പ്രണയിച്ചോളൂ, അത് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടോളൂ, എന്താ പറയുക, സന്തോഷങ്ങൾ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് എടുത്തു ചാടിച്ചരുത്. രണ്ട് സൈഡുകൾ ഞാൻ പറഞ്ഞു. ഒരു സൈഡിൽ ഇത് ചെയ്തിട്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഇപ്പുറത്ത് ഇതെല്ലാം ചെയ്തിട്ട് അയാൾ ഇട്ടേച്ച് പോയതിന് ശേഷം പ്രശ്നങ്ങളിൽ ഉള്ള ആൾക്കാരും. ഇങ്ങനെയുള്ള പല കേസുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പലരും നമ്മളെ വിട്ട് പോകുന്നുണ്ട്, ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ഓടിച്ചാടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക, അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ഇങ്ങനെ അബദ്ധത്തിൽ പറ്റിപ്പോയി എങ്കിൽ, അത് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണെങ്കിൽ എങ്ങനെയാണ് അത് ഒഴിവാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേഫ് സെക്സ് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, അത് മീൻസ് ഒരു മാരേജിനൊക്കെ ശേഷം നിങ്ങൾക്കൊന്ന് ഫാമിലി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പരിചയപ്പെടുത്തുന്നത്. അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ വീഡിയോ ചെയ്തത്. ഇനി എന്താണ് സൊല്യൂഷൻ, ഇങ്ങനെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഉണ്ടായി എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കുവാണെങ്കിൽ, അതിന് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഐ പിൽസ് ആണ്.
72 ഹവേഴ്സിനുള്ളിൽ ഈ ഒരു IPL കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രഗ്നൻസി തടയാൻ പറ്റും. എന്താണ് ഈ ഒരു ടാബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ആണ്, ഇല്ലെങ്കിൽ മറ്റ് ചില ഹോർമോൺസ് കൂടിയുണ്ട്. സോ ഇതിൻ്റെ ഹൈ ഡോസ് ആണ്, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോൺ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് തമാശയായിട്ടുള്ള കാര്യമാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത്രയും ഒരു എമർജൻസി കേസിൽ മാത്രമേ ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് കഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ചുമ്മാ എടുത്തിട്ട് ഒരു അൺസേഫ് ആയിട്ടുള്ള ടൈം പീരീഡിൽ ബന്ധപ്പെട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡിൽ പോയി ബന്ധപ്പെട്ട് ചുമ്മാ എടുത്ത് ടാബ്ലറ്റ് എടുത്ത് കഴിക്കേണ്ടത് സാധനമല്ല IPL എന്ന് മനസ്സിലാക്കുക. കാരണം അതിൻ്റേതായ സൈഡ് ഇഫക്ട്സുകളുണ്ട്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക സൈഡ് ഇഫക്ട്സ്, ഇല്ലെങ്കിൽ ആ ഒരു പീരീഡ്സ് തന്നെ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ തന്നെ ഒന്ന് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബ്രസ്റ്റിനൊക്കെ ചെറിയ പെയിനൊക്കെ ലേഡീസിനെ സംബന്ധിച്ചുണ്ടാവും. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകൾ, ഛർദിയൊക്കെ ഉണ്ടാവും ചില കേസിൽ, ഭയങ്കരമായ വേദന, വയറുവേദന, കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവം റിലീസ് ചെയ്തിട്ടില്ല, എഗ് റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഫോർമേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി അല്ലാത്ത പക്ഷം എഗ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ, ആ യൂട്രസിലെ ഇംപ്ലാന്റേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. 72 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു സാധ്യത. ഇനി സപ്പോസ് ഈ ടൈം കൂടി പോകുന്നതിനനുസരിച്ചിട്ട് 72 മണിക്കൂർ അങ്ങോട്ട് നീണ്ടു പോകുന്നതിനനുസരിച്ചിട്ട് സാധ്യതകൾ, അതിൻ്റെ സക്സസ് റേറ്റും കുറഞ്ഞു വരുന്നതാണ്. ആദ്യത്തെ ഒരു 24 ഹവേഴ്സിൽ തന്നെ ബന്ധപ്പെട്ട് 24 ഈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സെക്സിന് ശേഷം ഒരു 24 ഹവേഴ്സിനുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് ചിലപ്പം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലരുടെ ബോഡി മാസ് ഇൻഡെക്സ് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഡോസ് ചിലപ്പോൾ അവർക്ക് ഇഫക്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിന് ഏകദേശം ഒരു 90% അല്ലെങ്കിൽ അതിന് പ്ലസ് എന്താ പറയുക ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഫെയിലിയർ കേസുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 72 മണിക്കൂറാണ് മാക്സിമം ഇതിൻ്റെ ഒരു സാധ്യത എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നും അല്ല, ഈ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ അൺസേഫ് ആയിട്ടുള്ള ടൈം പീരീഡിൽ ചുമ്മാ ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അതൊട്ടും നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നും അത്ര അങ്ങനെയുള്ള വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല, എമർജൻസി ആയിട്ടുള്ള കേസസുകൾ മാത്രം യൂസ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ എപ്പോഴും ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും അധികം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു എന്താ പറയുക ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈമിൽ പോലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നതല്ലേ. കോണ്ടം വലിയ പൈസ ചിലവൊന്നും ഇല്ലല്ലോ ഗൈസ്. ഒരു 100 രൂപ ഉടക്കിയാൽ തന്നെ നമുക്കൊരു 5-6 കിട്ടും. ഇപ്പോൾ മൂഡ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ 30 രൂപയ്ക്ക് തന്നെ 3 കിട്ടും. 10 രൂപേൻ്റെ ഉള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്നുള്ളൂ, വലിയ പൈസ ചിലവില്ല എന്നുള്ളതാണ്. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് കോണ്ടംസ് എന്നുള്ളത്. അത് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ചുമ്മാ എടുത്ത് പിരിച്ച് കഴിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചുമ്മാ കഴിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ, എന്താണ് കാര്യം എന്ന് പോലും മനസ്സിലാക്കാണ്ട് എടുത്തിയാടി ചുമ്മാ ഗുളിക കഴിച്ചാൽ റെഡിയായി എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യരുത്. പിന്നെയുള്ളൊരു മെത്തേഡ് കോപ്പർട്ടിയാണ്. കോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻട്രാ യൂട്രൈൻ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നല്ല, ഒരു സംഭവം ഉള്ളിൽ T ആകൃതിയിലുള്ള സംഭവം ഉള്ളിലോട്ട് കടത്തി വെക്കുന്ന പരിപാടിയാണ്. അതിലൂടെ ആ സ്പേംസും ഓവും ഫെർട്ടിലൈസ് ചെയ്യുന്നത് തടയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ലോങ് ടേം ആയിട്ട് ഈ ഒരു എന്താ പറയുക ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെയും ഫെയിലിയർ കേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കോപ്പർട്ടി നിക്ഷേപിച്ചിട്ട് പോലും പ്രഗ്നൻ്റ് ആയിട്ട് ആ ഒരു കുട്ടി കയ്യിൽ പിടിച്ചിട്ട് കോപ്പർട്ടിയും കൈ പിടിച്ചുകൊണ്ട് ജനിച്ച് വീണ സംഭവമെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്താ പറയുക സക്സസ് റേറ്റ് 90% എബോവ് ഉണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ചെയ്തിട്ട് 5 ഡേയ്സിനുള്ളിൽ ഈ ഒരു കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്താലും നമുക്ക് പ്രഗ്നൻസി തടയാൻ പറ്റും കേട്ടോ. പിന്നെ അത് ലോങ് ടേം ആയിട്ട് ആ ഒരു കോപ്പർട്ടി വർക്ക് ചെയ്യുകയും ചെയ്യും, നമുക്ക് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, 18 വയസ്സ് പോലും ആവാത്തവരോട് പറയാനുള്ളത്, ചിന്തിക്കുക, കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നല്ലതാണോ എന്നുള്ളത് ചിന്തിക്കാൻ ശ്രമിക്കുക. അവരെ തെറ്റു പറയാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അവർക്കിത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഇല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ പറയാൻ ശ്രമിക്കണം. പറയുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അല്ലാണ്ട് അവരെടുത്ത് ചാടിങ്ങുള്ള കാര്യങ്ങളിലോട്ട് പോകും. ആ പ്രോപ്പർ സമയങ്ങളിൽ കൊടുക്കേണ്ടുന്ന അവയർനെസ് കിട്ടാത്തതിൻ്റെ കുഴപ്പം നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടരുത് എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അത്രയ്ക്ക് ഇതിനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ യൂസ് ചെയ്യുക, അല്ലാണ്ട് എല്ലാത്തിലും ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. അത് ഒരു കത്തിക്ക് കുത്താനും പറ്റും, നല്ല രീതിയിൽ കട്ട് ചെയ്യാനും പറ്റും, അത് നല്ല രീതിയിൽ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ നല്ല യൂസിന് ഉപയോഗിക്കുക കാര്യങ്ങൾ.
നമ്മുടെ ബ്രെയിനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തതിന് കാരണങ്ങൾ മാന്യമായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ചുമ്മാ തെറിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ചുമ്മാ ബ്ലോക്ക് ചെയ്തും കളയും, വേറെ ഒരു ഇതുമില്ല. അതുപോലെ ലേഡീസിന് ചുമ്മാ വൾഗർ കമൻറ്റ് അടിക്കുന്ന അങ്ങനത്തെ കുറേ പേരുണ്ട്, അവരെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ടോപ്പിക് ഐഡിയാസിന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നിതിൻ സ്ക്വാഡ് എന്നാണ് ഐഡി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. തുടർന്ന് വീഡിയോസാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. മറ്റൊരു അടിപൊളി വീഡിയോ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.